കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനപ്പെട്ട ഒരു ഇക്വലൻസ് റിലേഷൻ ആയിരുന്നു. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്ത a-b ഡിവിസിബിൾ ബൈ 3 ആവുന്ന പെയറുകൾ ഉപയോഗിച്ച് എഴുതിയ റിലേഷൻ. അപ്പൊ ഈ റിലേഷൻ ബേസ് ചെയ്ത് നമുക്ക് ഇക്വലൻസ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാം. അപ്പൊ ആ ഒരു ചർച്ചയിൽ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻസ് ഒക്കെ എങ്ങനെ വന്നു എന്നുള്ളതും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതിന് ഈ റിലേഷൻ ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കാര്യം, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിലെ ആദ്യ നമ്പർ ആണല്ലോ 1. അങ്ങനെയാണെങ്കിൽ 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെ സെറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 - b ഡിവിസിബിൾ ബൈ 3 ആവുന്ന ഡികൾ കണ്ടാൽ മതി. അപ്പൊ അതിൽ നമുക്ക് വരിക എലമെന്റ്സ് നോക്കാം. സെറ്റ് ഫസ്റ്റ് എലമെന്റ് 1 തന്നെയായിരിക്കും, കാരണം 1 - 1 0 ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. അടുത്ത എലമെന്റ് നമുക്ക് 4 ആണെന്ന് അറിയാം, കാരണം 1 - 4 -3. അടുത്തത് 7, അടുത്തത് 10. ഇങ്ങനെയാണ് നമ്മുടെ എലമെന്റ്സ് പോവുക. അപ്പൊ അതും കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, 1ന്റെ കൂടെ 3 സക്സസീവ് ആയിട്ട് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. വിത്ത് കോമൺ ഡിഫറൻസ് 3 വരുന്ന ഒരു സെറ്റാ വരിക. അപ്പൊ ഈ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ആണ്. അപ്പൊ ഈ ഒരു സെറ്റിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് ഇക്വിവലൻസ് ക്ലാസ് ഓഫ് 1. അപ്പൊ ഇക്വിവലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ആണ്. അപ്പൊ നമുക്കിനി ഇക്വിവലൻസ് ക്ലാസ് എന്നുള്ള ഒരു കാര്യമാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിപ്പോ 1ന്റെ ഇക്വിവലൻസ് ക്ലാസ് എഴുതി, ദാറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1. അങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യാൻ ഒരു മാർഗം കൂടി ആലോചിക്കുക. അപ്പൊ ഇതിനെ സാധാരണ ഡിനോട്ട് ചെയ്യുക ഇക്വിവലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 1 എഴുതിയാൽ മതി. അപ്പൊ ഇത് ഇക്വിവലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇക്വിവലൻസ് ക്ലാസ് ഓഫ് 2 എഴുതാം. അപ്പൊ അത് സെറ്റ് ഇപ്പൊ 2നോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് എഴുതിയാൽ മതി. അപ്പൊ അത് 2 സ്റ്റാർട്ട് ചെയ്യും, അത് 2 - 2 0 ഡിവിസിബിൾ ബൈ 3 ആണ്. അടുത്തത് കിട്ടാൻ 5, അടുത്തത് 8, 11 എക്സെട്ര. ഇങ്ങനെ ഒരു സെറ്റാ കിട്ടുക. അപ്പൊ അവിടെ 2ന്റെ കൂടെ 3 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. അടുത്തത് നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എഴുതാം. അപ്പൊ അത് സെറ്റ് 3, 6, 9, 12 എക്സെട്ര എന്ന് വരും. ഈ ഒരു സെറ്റാ കിട്ടുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാസ്സുകൾ എഴുതാം. നെക്സ്റ്റ് വൺ ഇക്വലന്റ് ക്ലാസ് ഓഫ് 4. അപ്പൊ അത് വരിക 4 സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഒരു എലമെന്റ് 4നോട് റിലേറ്റഡ് ആയതുണ്ട്, വേറൊന്നല്ല 1. കാരണം 4 - 1 3 ആണ്, അത് ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 4 എന്ന് പറയുന്നത് 3നേക്കാൾ വലുതാണ്. അപ്പൊ നമുക്ക് ആദ്യം എഴുതാവുന്ന എലമെന്റ് 4 - 3 എടുത്ത് നോക്കണം. അത് സെറ്റിൽ ഉണ്ട് 1. അപ്പൊ ഫസ്റ്റ് എലമെന്റ് 1, ദെൻ 4 എഴുതാം, 7, 10 എക്സെട്ര. അപ്പൊ അങ്ങനെയാണ്. അടുത്തത് എഴുതാം 5. അപ്പൊ അതും 5 സ്റ്റാർട്ട് ചെയ്യരുത്, ഫസ്റ്റ് എലമെന്റ് 2 എഴുതാം. 5 - 2 3 ആണ്. ദെൻ 5, 8, 11 എക്സെട്ര. അതേപോലെ ഈ 6ന് ഇവിടെ റിലേറ്റഡ് ആയത് എഴുതാം. അപ്പൊ 6ന്റെ ഇക്വലന്റ് ക്ലാസ് എന്ന് പറയുന്നത് 3, 6, 9, 12 എക്സെട്ര എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ്സും കൂടി എഴുതാം, ഇക്വലന്റ് ക്ലാസ് ഓഫ് 7. ഇപ്പൊ 7ന്റെ ഇക്വലന്റ് ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് 1 തന്നെ എഴുതാം, കാരണം 7 - 1 6 ആണ്, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അടുത്തത് 4 എഴുതാം, 7 - 4 3 ആണ്. അടുത്തത് 7, 10 എക്സെട്ര. അപ്പൊ ഈ സെറ്റുകളാണ് വരിക. അപ്പൊ ഇതേപോലെ നമുക്ക് 8ന്റെ ഒക്കെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വലൻസ് ക്ലാസ്സുകളുടെ ചില പ്രത്യേകതകൾ കൂടി ചർച്ച ചെയ്യാം. അപ്പൊ അതിന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 സെറ്റ് 1, 4, 7, 10 എക്സെട്ര എന്നാണ്. അതേ ഇക്വലൻസ് ക്ലാസ് തന്നെയാണ് 4നും വന്നിട്ടുള്ളത്. അതായത് 4ന്റെ ഇക്വലന്റ് ക്ലാസും സെറ്റ് 1, 4, 7, 10 എക്സെട്ര എന്നാണ് വന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? രണ്ടിന്റെ ഇക്വലന്റ് ക്ലാസ് സെയിം ആണ്. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, 1ന്റെ അതേ ഇക്വലന്റ് ക്ലാസ് തന്നെയാണ് 7നും വന്നിട്ടുള്ളത്.
എന്ന് പറഞ്ഞാൽ 1ന്റെ ഇക്വലന്റ് ക്ലാസും 4ന്റെ ഇക്വലന്റ് ക്ലാസും 7ന്റെ ഇക്വലന്റ് ക്ലാസും ഒരേ സെറ്റ് ആവുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം നമുക്ക്. അതിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. 2ന്റെ ഇക്വലന്റ് ക്ലാസ് 2, 5, 8, 11 എക്സെട്ര എന്നാണ്. അപ്പൊ ഇതിൽ ഒരു നമ്പർ പോലും 1ന്റെ ഇക്വലന്റ് ക്ലാസ്സിൽ ഇല്ല. അതുപോലെ 1ലുള്ള ഒറ്റ എലമെന്റ് പോലും ഇവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റുകളും ഡിസ്ജോയിന്റ് സെറ്റുകളൊക്കെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പറഞ്ഞ കാര്യം, ഈ 3 എണ്ണത്തിന്റെ ഇക്വലന്റ് ക്ലാസ് ഈക്വൽ ആയി. അപ്പൊ അതിന്റെ കാരണം ആലോചിച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ശരിക്കും 1നോട് റിലേറ്റഡ് ആയ എലമെന്റ് ആണ് 4. അപ്പോ 1നോട് റിലേറ്റഡ് ആയ എലമെന്റ് ആണ് 4. ഇനി ഇതൊരു ഇക്വലൻസ് റിലേഷനാണ്. അപ്പൊ എന്താ കാര്യം എന്നറിയാം, നമ്മൾ രണ്ട് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. സിമെട്രിക്കും ആണ്, അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും 4നോടും റിലേറ്റഡ് ആവും. അതേപോലെ 4നോട് റിലേറ്റഡ് ആയതൊക്കെ 1നോടും റിലേറ്റഡ് ആവും. എന്ന് പറഞ്ഞാൽ 1ന്റെ ഇക്വലന്റ് ക്ലാസ്സിൽ വരുന്ന എല്ലാ എലമെന്റ്സും പരസ്പരം റിലേറ്റഡ് ആണ്. 1നോട് റിലേറ്റഡ് ആയതെല്ലാം 4നോട് റിലേറ്റഡ് ആയിരിക്കും. 4നോട് റിലേറ്റഡ് ആയതെല്ലാം 1നോടും. അത് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ 1 റിലേറ്റഡ് ടു 4. അപ്പൊ തിരിച്ച് നമുക്ക് പറയാം, സിമെട്രിക് ആയതുകൊണ്ട് 4 റിലേറ്റഡ് ടു 1 ആയിരിക്കണം. ഇനി ട്രാൻസിറ്റീവ് വെച്ച് കിട്ടുന്ന കാര്യം ഇതാണ്. 1 റിലേറ്റഡ് ടു 4, 4 റിലേറ്റഡ് ടു 7 എന്ന് പറഞ്ഞാൽ 4 റിലേറ്റഡ് ടു 7. അപ്പൊ 1 റിലേറ്റഡ് ടു 7 എന്ന് പറയുമ്പോൾ 1ഉം 4ഉം റിലേറ്റഡ്, 4ഉം 7ഉം റിലേറ്റഡ്. അപ്പൊ 1 റിലേറ്റഡ് ടു 7 വരുന്നു. അപ്പൊ ഇതിലെല്ലാ എലമെന്റ്സും പരസ്പരം റിലേറ്റഡ് ആണ്. അപ്പൊ 1ന്റെ അതേ ഇക്വലന്റ് ക്ലാസ് തന്നെയാണ് 4ന് വന്നത്. അപ്പൊ അതിന്റെ കാരണം വേറൊന്നുമല്ല, 1ഉം 4ഉം റിലേറ്റഡ് ആണ്. അപ്പൊ 1നോട് റിലേറ്റഡ് ആയതൊക്കെ 4നോട് റിലേറ്റഡ് ആവും. 4നോട് റിലേറ്റഡ് ആയതൊക്കെ 1നോടും റിലേറ്റഡ് ആവും. സെയിം സെൻസിൽ 7നോട് റിലേറ്റഡ് ആയതൊക്കെ 1നോടും 4നോടൊക്കെ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ 3 എണ്ണത്തിന്റെയും ഇക്വലന്റ് ക്ലാസ് സെയിം ആയി. അങ്ങനെയാണെങ്കിൽ ഈ 3 എണ്ണത്തിന് ഈക്വൽ ആവുന്ന അടുത്ത ഇക്വലന്റ് ക്ലാസ് നമുക്ക് ഇക്വലന്റ് ക്ലാസ് ഓഫ് 10 ആയിരിക്കും. കാരണം 10നോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം 1നോടും 4നോടും 7നോടൊക്കെ റിലേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ 10ന്റെ ഇക്വലന്റ് ക്ലാസ്സും ഇത് തന്നെ കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി എഴുതാം. ഇക്വലന്റ് ക്ലാസ് ഓഫ് 1 ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് ഓഫ് 4 ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് ഓഫ് 7 ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് ഓഫ് 10 എക്സെട്ര എന്ന് എഴുതുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കൂ. 2ന്റെ ഇക്വലന്റ് ക്ലാസ് നോക്കുക. അപ്പൊ അത് 2, 5, 8, 11 എക്സെട്ര എന്നുള്ള സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 5ന്റെ ഇക്വലന്റ് ക്ലാസ് ശ്രദ്ധിച്ചു നോക്കൂ. അതിലും 2, 5, 8, 11 എക്സെട്ര എന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഈക്വലാണ്. അപ്പൊ അതിന്റെ കാരണം 2, 5ഉം റിലേറ്റഡ് ആണ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് എഴുതാവുന്നത് ഇക്വലന്റ് ക്ലാസ് ഓഫ് 2 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 5 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 8 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 11 എക്സെട്ര എന്ന് എഴുതാം. അപ്പൊ ആ ഇക്വലൻസ് ക്ലാസ്സുകളെല്ലാം ഈക്വൽ ആണ്. കാരണം ഈ എലമെന്റുകളെല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വലൻസ് ക്ലാസ് നോക്കാം. 3ന്റെ ആണ്. 3, 6, 9, 12 എക്സെട്ര. അപ്പൊ 3ന്റെ ഇക്വലൻസ് ക്ലാസ് തന്നെ ആയിരിക്കണമല്ലോ 6ന്റെ. നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാം. അതേപോലെ 9ന്റെ നോക്കിയാലും അറിയാം. 9ന്റെ ഇക്വലൻസ് ക്ലാസ്സും ഇതേ സെറ്റ് അറിയാം. കാരണം അതെല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 6 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 9 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 12 എക്സെട്ര എന്ന് എഴുതാം. ഇനി അടുത്ത നോക്കുക നമ്മൾ. ഇനി ഇതിൽ ഏത് എലമെന്റിന്റെ എഴുതിയാലും ഇപ്പൊ 12ന്റെ ഇക്വലൻസ് ക്ലാസ് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് 3ന്റെ തന്നെ ആയിരിക്കും. ഇനി 11ന്റെ ഇക്വലൻസ് ക്ലാസ് എഴുതാൻ ശ്രമിച്ചാൽ അത് 2ന്റെ തന്നെ ഇക്വലൻസ് ക്ലാസ് മതി. ഇനി അടുത്തത് ഇപ്പോ 15ന്റെ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതിന്റെ വരും? 15 വരുന്നത് ഈ സെറ്റില്ല. കാരണം 3ന്റെ മൾട്ടിപ്പിൾ നെക്സ്റ്റ് എലമെന്റ് ആണ്. അപ്പൊ 15ന്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് ഈ 3 ഇക്വലൻസ് ക്ലാസ്സുകൾ തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പൊ ഇവിടെ വ്യത്യസ്തമായിട്ട് കിട്ടുന്ന 3 ഇക്വലൻസ് ക്ലാസ്സുകളേ ഉള്ളൂ. ഒന്ന് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1, ഇക്വലൻസ് ക്ലാസ് ഓഫ് 2, അതേപോലെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3. അങ്ങനെയാണ്. ഒരു കാര്യം കൂടി ഒബ്സർവ് ചെയ്യൂ. ഈ 2 ഇക്വലൻസ് ക്ലാസ്സുകൾ ഡിസ്ജോയിന്റ് ആണ്. രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റുകളില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം കൂടി ശ്രദ്ധിക്കാം. ഇവിടെ 1ഉം 2ഉം പരസ്പരം റിലേറ്റഡ് അല്ല. കാരണം 1 - 2 എന്ന് പറഞ്ഞാൽ -1 വരിക.
അപ്പൊ അതുകൊണ്ട് തന്നെ 1ന്റെ ഈക്വലൻസ് ക്ലാസ്സിൽ ഒരിക്കലും 2 വരില്ല. അപ്പോ അഥവാ ഇനി 2 വന്നാൽ എന്ത് സംഭവിക്കും? 2ന്റെ ഈക്വൽ ആയി പോകും. അപ്പൊ ഇവിടെ 1ഉം 2ഉം റിലേറ്റഡ് അല്ലാത്തത് കൊണ്ട് 1ന്റെയും 2ന്റെയും ഈക്വലൻസ് ക്ലാസ് ഡിസ്ജോയിന്റ് ആണ്. കോമൺ ആയിട്ട് ഒറ്റ എലമെന്റ് പോലും ഇല്ല. അതേപോലെ 2ഉം 3ഉം റിലേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടെണ്ണത്തിന്റെ ഈക്വലൻസ് ക്ലാസ്സുകൾ ഡിസ്ജോയിന്റ് സെറ്റുകളാണ് കിട്ടുക. അപ്പോ ഈ 3 ഈക്വലൻസ് ക്ലാസ്സുകളും പെയർ വൈസ് രണ്ടെണ്ണം വെച്ച് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 3ന്റെ ഇന്റർസെക്ഷൻ എടുക്കുക. അപ്പൊ ഈ 3 ഈക്വലൻസ് ക്ലാസ്സുകളും ഡിസ്ജോയിന്റ് സെറ്റുകളാണെന്ന് പറയാം. അപ്പൊ അത് മനസ്സിലാക്കും. അപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. അതായത് ഒരു എലമെന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റുകളുടെ ഒക്കെ ഈക്വലൻസ് ക്ലാസ്സുകൾ ഈക്വൽ ആണെന്ന് കണ്ടു. അതെന്നാണ് നമ്മൾ ഈ ഇക്വേഷൻസ് എഴുതിയത്. പിന്നെ ഒന്ന് കണ്ടത്, രണ്ട് എലമെന്റ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ രണ്ടിന്റെയും ഇക്വലൻസ് ക്ലാസ്സുകൾ ഡിസ്ജോയിന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നുകിൽ രണ്ട് ഇക്വലൻസ് ക്ലാസ്സുകൾ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ഇക്വലൻസ് ക്ലാസ്സുകൾ ഡിസ്ജോയിന്റ് ആയിരിക്കും. പിന്നെ മറ്റൊരു വസ്തുത കൂടി മനസ്സിലാക്കൂ. 1ന്റെ ഇക്വലൻസ് ക്ലാസ്സിൽ 1 വരുന്നുണ്ട്, 2ൽ 2 വരും, 3ൽ 3 വരും. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഒരു എലമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ്സിൽ വേറെ ഒരു എലമെന്റ് വന്നില്ലെങ്കിലും അതേ എലമെന്റ് വരുന്ന ഉറപ്പാണ്. അത് ഏത് പ്രോപ്പർട്ടിയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? അതല്ലേ നമ്മുടെ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. അതായത് ഒരു എലമെന്റ്, അതായത് ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആവണം. എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1 നിർബന്ധമായിട്ടും റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ 1 എന്തായാലും 1ന്റെ ഈക്വലൻസ് ക്ലാസ്സിൽ വരും. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഒരു എലമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് നൾ സെറ്റ് ആവില്ല. കുറഞ്ഞത് ആ എലമെന്റെങ്കിലും അതിന്റെ ഈക്വലൻസ് ക്ലാസ്സിൽ വരും. അപ്പൊ നമ്മൾ 3 വസ്തുതകളായി ഇപ്പൊ പഠിച്ചത്. അപ്പൊ അവസാനം പറഞ്ഞതാണ്, ഒരു എലമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് ഒരിക്കലും നൾ സെറ്റ് ആവില്ല. രണ്ട് ഇക്വലൻസ് ക്ലാസ്സുകൾ ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 3 ഡിഫറന്റ് ഇക്വലൻസ് ക്ലാസ്സുകളെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വസ്തുത കൂടി ഇവിടെ ശ്രദ്ധിക്കൂ. ഈ 3 ഇക്വലൻസ് ക്ലാസ്സുകൾ, അതായത് ഈ 3 എണ്ണം നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ 3ന്റെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ ഏത് സെറ്റാ കിട്ടുക നോക്കൂ. ഇതാ, അപ്പൊ ഇതിന്റെ യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 3 സെറ്റുകളും കൂടി കമ്പൈൻ ചെയ്താൽ മതി. അപ്പൊ കിട്ടുന്നത് സെറ്റ് 1 2 3 4 5 6 7 8 9 10 11 12 എന്നാ കിട്ടുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ n തന്നെയാണ് കിട്ടുക. എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെയാണോ ഈക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തത് ആ സെറ്റാണ് ഈ ഡിസ്ജോയിന്റ് ഈക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ ആയിട്ട് കിട്ടുക. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, equivalence class of 1 equal to equivalence class of 1 union equivalence class of 2 union equivalence class of 3 equal to n എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 3 ഡിസ്ജോയിന്റ് ഈക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ n ആണ്. അപ്പൊ എന്ന് പറഞ്ഞാല് ഇവിടെ ചെയ്ത കാര്യം ഇതാണ്, n-നെ നമ്മൾ 3 ഡിഫറന്റ് സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് എഴുതി. അപ്പൊ ഈ ഒരു സെറ്റിന് വേണമെങ്കിൽ നമുക്ക് A1 എന്ന് പേര് കൊടുക്കാം. ഈ ഒരു സെറ്റ് A2, ഇത് A3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ n-നെ നമുക്ക് 3 ഡിസ്ജോയിന്റ് സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ 3 സെറ്റുകളെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു പേര് കൂടി പറയാം, n-ന്റെ 3 പാർട്ടീഷൻസ് ആണ് ഈ 3 സെറ്റുകൾ എന്ന് പറയാം. അപ്പൊ ഇക്വലൻസ് റിലേഷന്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് ഇതാണ്. അതായത് ഒരു സെറ്റിൽ നമുക്കൊരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ ആ സെറ്റിന് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 3, ഇവിടെ 3 എത്ര വേണമെങ്കിൽ, അവിടെ 3 കിട്ടിയത്, വ്യത്യസ്ത സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് നമുക്ക് n-നെ എഴുതാൻ പറ്റും. ഒപ്പം തന്നെ ആ വ്യത്യസ്ത സെറ്റുകളുടെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. അത് നമ്മൾ കണ്ടത് ഡിസ്റ്റോയിന്റ് ആണ്. അപ്പൊ ഇതിനാണ് നമ്മൾ പാർട്ടീഷൻസ് എന്ന് പറയുക. അപ്പൊ ശരിക്കും ഒരു ഇക്വലൻസ് റിലേഷൻ എന്നുള്ളൊരു കാര്യം, ഇതിന്റെ ആവശ്യകത വരുന്നത് ഒരു സെറ്റിനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിക്കും തിരിച്ചാണ് കാര്യങ്ങൾ. അതായത് ഒരു സെറ്റിനെ എങ്ങനെ റിലേഷൻസ് ഉപയോഗിച്ച് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്നാണ് ഇക്വലൻസ് റിലേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. അതായത് പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ആ റിലേഷൻ ഇതേ രീതിയിലുള്ള പാർട്ടീഷൻസ് കിട്ടണമെങ്കിൽ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ആ 3 പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ 3 പേരുകൾ പറഞ്ഞത്. ഒന്ന് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു, ഒന്ന് സിമെട്രിക് എന്ന് പറഞ്ഞു, ഒന്ന് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു. അപ്പൊ ആ 3 പ്രോപ്പർട്ടീസ്
സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഒരു സെറ്റിനെ പാർട്ടീഷൻ ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് അതിന്റെ പാർട്ടീഷൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ കിട്ടിയത് 3 വ്യത്യസ്ത പാർട്ടീഷൻസ് ആണ്. ഇനി എങ്ങനെയാണ് ഒരു റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത ഇക്വലൻസ് ക്ലാസുകൾ കണ്ടെത്തുന്നതെന്നും കൂടി ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 1ന്റെ ഇക്വലൻസ് ക്ലാസ് എഴുതി. അപ്പൊ അടുത്ത ഇക്വലൻസ് ക്ലാസ് എഴുതാനുള്ള ഒരു മാർഗം, ഒരു കാര്യം മനസ്സിലുണ്ടാവണം, ഈ എലമെന്റുകളുടെ ഒക്കെ ഇക്വലൻസ് ക്ലാസ് ഇത് തന്നെയാണ്. അപ്പൊ അടുത്ത നമ്മൾ ഇതിൽ ഇല്ലാത്തൊരു എലമെന്റ് നോക്കുക, എന്നിലുള്ളത്. അപ്പൊ നമ്മൾ കണ്ടു 1 എഴുതി 2 ഇല്ല. അപ്പൊ 2ന്റെ ഇക്വലൻസ് ക്ലാസ്സുകൾ എഴുതുക. ഇനി 2-ലില്ലാത്ത എലമെന്റ് നോക്കുക. അപ്പൊ 2-ലില്ലാത്തത് 3 ആണ്. അപ്പൊ 3ന്റെ ഇക്വലൻസ് ക്ലാസ്സുകൾ എഴുതി. ഇനി ഈ 3 എണ്ണത്തിലും ഇല്ലാത്ത എലമെന്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. ഇത് 3ഉം കൂടി ചേർന്ന പിന്നെ എന്നായി. അപ്പൊ ഇനി ഇതിൽ ഏതിന്റെ എഴുതിയാലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുക. അപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് ഇക്വലൻസ് ക്ലാസ്സുകളാണ് ഇവിടെ കിട്ടുക എന്ന് മനസ്സിലായി. അപ്പൊ ആ രീതിയിൽ നമുക്ക് വ്യത്യസ്ത ഇക്വലൻസ് ക്ലാസ്സുകൾ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം തന്നെ ഡിവിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തുകൂടി പറയാം. അപ്പൊ അതിന് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. ഏതൊരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോസിബിൾ റിമൈൻഡേഴ്സ് 0, 1, 2 ആണെന്ന് അറിയാം. ഇപ്പോൾ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. 2നെ ഡിവൈഡ് ചെയ്താൽ 2 അല്ല. 3നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ്. കാരണം 3നെ ഒരു തവണ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പൊ ആ രീതിയിൽ റിമൈൻഡേഴ്സ് വരും. അപ്പൊ നോക്ക് നിങ്ങൾ 0, 1, 2 ആണ് പോസിബിൾ റിമൈൻഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയ 3 വ്യത്യസ്ത ഇക്വലൻസ് ക്ലാസ്സുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. ആ ഓരോ ഇക്വലൻസ് ക്ലാസ്സും ഈ ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 നിങ്ങൾ ശ്രദ്ധിക്കൂ. അതിൽ വരുന്ന എലമെന്റുകളെ ഒക്കെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുന്നത് 0 ആണ്. അതേപോലെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ ഏത് എലമെന്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആ കിട്ടുക. അടുത്തത് ഈ സെറ്റ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2, അതിൽ ഏത് എലമെന്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആണ് കിട്ടുക. അപ്പൊ ശരിക്കും 3 ഇക്വലൻസ് ക്ലാസ്സുകൾ ഈ റിലേഷനെ ബേസ് ചെയ്ത് കിട്ടാൻ കാരണം 3 കൊണ്ട് ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും പോസിബിൾ റിമൈൻഡേഴ്സ് 0, 1, 2 ആണ്. ഇപ്പൊ 3 റിമൈൻഡേഴ്സിനാണ് സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് 3 വ്യത്യസ്ത ഇക്വലൻസ് ക്ലാസ്സുകൾ കിട്ടി. അപ്പൊ ഓരോ ഇക്വലൻസ് ക്ലാസ്സുകളും ഈ റിമൈൻഡർ കിട്ടുന്ന എലമെന്റ്സിന്റെ സെറ്റാണ്. അപ്പൊ അത് നമ്പർ തിയറിയിലെ കാര്യമാണ്. അപ്പൊ ആ ഒരു ഡിവിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ റിലേഷൻ ആക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ എന്നിനെ 3 സെറ്റായിട്ട് പാർട്ടീഷൻ ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബേസ്. അങ്ങനെയാണെങ്കിൽ വേറൊരു വസ്തുത കൂടി ഇതൊന്ന് മനസ്സിലാക്കൂ. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടല്ലോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 7 എക്സെട്രാ എന്ന് എഴുതി. എന്ന് പറഞ്ഞാൽ ഈ സെറ്റുകളെല്ലാം ഈക്വലാണ്. അപ്പൊ ഈ ഒരു സെൻസിൽ, ഈ ഡിവിസിബിലിറ്റി എന്നുള്ള സെൻസിൽ നമുക്ക് 1 ഈസ് ഈക്വലന്റ് ടു 4 എന്ന് പറയാം, ഇറ്റ് ഈസ് ഈക്വലന്റ് ടു 7 എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഈ എലമെന്റുകളെ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ, അതായത് 1, 4, 7, 10 ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 1 മാത്രം നമുക്ക് മതി. അതേപോലെ ഈ എലമെന്റുകളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 2നെ ചൂസ് ചെയ്താൽ മതി. അതേപോലെ 3, 6, 9, 12 എന്നുള്ള എലമെന്റുകൾ ചൂസ് ചെയ്യാൻ നമുക്ക് 3 മതി. എന്ന് പറഞ്ഞാല് നമ്മുടെ ഡിവിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് നമ്മുടെ ഇൻഫിനൈറ്റ് സെറ്റ് ആയിട്ടുള്ള എന്നിനെ 3 എലമെന്റുകളിലേക്ക് നമുക്ക് ചുരുക്കാം. അതായത് 1, 2, 3 എന്നുള്ള 3 എലമെന്റുകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു സെറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്നിനെ ചുരുക്കാം. അല്ലെങ്കിൽ അത് ചെയ്യുന്നത് നമ്മുടെ ഡിവിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കേസിലാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിനൊന്ന് മാറ്റിയെടുക്കാം. അത് ഈക്വലൻസ് ക്ലാസിന്റെ കേസിലാണ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു ആവശ്യകത. അപ്പൊ അങ്ങനെയുള്ള ചില പർപ്പസുകൾക്ക് വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നതും ഈ റിലേഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് പാർട്ടീഷൻസിലേക്കൊക്കെ എത്തുന്നതും. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ ആൻസർ പറയണം. ഇപ്പോ ഇതേ റിലേഷൻ തന്നെ ഇങ്ങനെ എടുക്കുകയാണ്. a മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വ്യത്യസ്ത ഇക്വലൻസ് ക്ലാസ്സുകൾ ഏതൊക്കെയായിരിക്കും? വളരെ ഈസി ആയിട്ട് പറയാം. 5 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ റിമൈൻഡേഴ്സ് 0, 1, 2, 3, 4 ആണെന്ന് അറിയാം. 5 റിമൈൻഡേഴ്സിനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇക്വലൻസ് ക്ലാസ് തൽക്കാലം 0 അവിടെ നിൽക്കട്ടെ, 1 റിമൈൻഡർ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റ് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാം 1 റിമൈൻഡർ ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1, 6, 11 എക്സെട്രാ എന്ന് എടുക്കാം.
5 ആഡ് ചെയ്ത് പോവുക. അടുത്തത് 2ന്റെ ഇക്വലന്റ് ക്ലാസ്, ദാറ്റ് ഈസ് 2, 7, 12 എക്സെട്ര എന്നുള്ള സെറ്റ്. ഇനി 3ന്റെ ഇക്വലൻസ് ക്ലാസ് 3, 8, 13 എക്സെട്ര. ഇനി 4ന്റെ ഇക്വലൻസ് ക്ലാസ്, ദാറ്റ് ഈസ് 4, 9, 14 എക്സെട്ര. പിന്നെ അങ്ങനെയാണെങ്കിൽ 0 റിമൈൻഡർ ആയിട്ട് വരുന്നത് വേറെ ഒന്നല്ല, 5ന്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ മതി. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 5 0. സോറി, ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 0 ഇല്ല. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 5 എടുക്കും. 5, അപ്പോൾ ദാറ്റ് ഈസ് 5, 10, 15 എക്സെട്ര. അപ്പൊ ഈ 5 ഡിസ്ജോയിന്റ് ഇക്വലൻസ് ക്ലാസ്സുകളാണ് ഡിവിസിബിൾ ബൈ 5 ആയിട്ട് ബന്ധപ്പെട്ട് വരിക. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇക്വലൻസ് ക്ലാസ്സുകൾ എഴുതാം. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റിലേഷൻ ആർ എന്നുള്ള റിലേഷൻ എയിൽ ഡിഫൈൻ ചെയ്യും. അതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം ഇക്വലൻസ് റിലേഷൻ ആയിരിക്കണം. അപ്പൊ ആർ എന്ന് പറയുന്നത് എയിൽ ഡിഫൈൻ ചെയ്ത ഒരു ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ഏത് എ ബിലോങ്സ് ടു എ എടുത്താലും നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു എ ആണ്. അപ്പൊ എയിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റുകളുടെ സെറ്റാണ് നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറയാൻ പറ്റുക. അപ്പൊ അത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഒരു ഇക്വലൻസ് ക്ലാസ് ഒരിക്കലും നൾ സെറ്റ് ആവില്ല. കാരണം വേറെ ഒരു എലമെന്റ് ഇല്ലെങ്കിലും എ എന്നുള്ള എലമെന്റ് അതിലുണ്ടാവും. മറ്റൊന്ന്, 2 ഇക്വലൻസ് ക്ലാസ്സുകൾ ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിരിക്കും. കൂടാതെ എയിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സുകളുടെയും ഇക്വലൻസ് ക്ലാസ് ഇത് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് വ്യത്യസ്ത ഇക്വലൻസ് ക്ലാസ്സുകൾ ഉപയോഗിച്ചിട്ട് എയിന് നമുക്ക് പാർട്ടീഷൻ ചെയ്യാനും പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതിലെ പുതിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി.